എന്നീ സംഘടനകൾ ചേർന്നാണ് സംസ്ഥാനത്ത് ഈ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഒരു നോട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദേശവ്യാപകമായി ഇന്ത്യ രാജ്യത്തെ 60 കോടിയോളം തൊഴിലാളികളെ ബാധിക്കുന്ന അതീവ ഗൗരവതരമായ പ്രശ്നങ്ങൾ വർഷങ്ങളായി ഉന്നയിച്ചു വരുന്നത് വീണ്ടും വീണ്ടും സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്യാൻ ട്രേഡ് യൂണിയനുകൾ നിർബന്ധമായത്. ട്രേഡ് യൂണിയനുകൾക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, ബാങ്ക് ജീവനക്കാരുടെയും ഇൻഷുറൻസ് ജീവനക്കാരുടെയും സംഘടനകൾ ഈ പണിമുടക്കിൽ പങ്കുചേരുന്നുണ്ട്. പണിമുടക്കിന് സംയുക്ത കിസാൻ മോർച്ച പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ കർഷക തൊഴിലാളി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം വിശദീകരിക്കാനുള്ള ഒരു പത്രസമ്മേളനമായിട്ടും തലസ്ഥാനത്തെ ഭൂരിപക്ഷം പത്രലേഖകർ വരാതിരിക്കുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു വിഷയം മാധ്യമങ്ങളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഇപ്പോൾ വേറെ ഇല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അതിൻ്റെ ആ ഗൗരവത്തിൽ കാണാതിരിക്കുന്നത് ഒരു വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. പണിമുടക്കിന് ആധാരമായ കാര്യങ്ങളൊക്കെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ നോട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായും ഇന്ത്യ ഗവൺമെൻറ് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളാക്കി ക്രോഡീകരിച്ച് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിലെ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങളെല്ലാം വക്രീകരിച്ച് നിഷേധിച്ച് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ നടപടിയാണ് സ്വീകരിച്ചത്. 2019 2020 2019 ഈ ലേബർ കോഡുകൾ പാർലമെൻറ്റ് പാസ്സാക്കിയത്. ശക്തമായ എതിർപ്പ് തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചിട്ടും ഗവൺമെൻറ് പിന്മാറിയില്ല. ഈ ലേബർ കോഡുകൾ ബില്ലുകളായി പാർലമെൻറ്റിൽ വന്നതിന് ശേഷം പാർലമെൻറ്റിൻ്റെ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തിരുന്നു പരിശോധിക്കാൻ. ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആ ബില്ലുകൾ ചർച്ച ചെയ്ത് യുനാനിമസ് ആയ കുറേ ഭേദഗതികൾ നിർദ്ദേശിച്ചു. അതുകൂടാതെ ചില മെമ്പർമാർ ഭിന്നാഭിപ്രായവും രേഖപ്പെടുത്തി. ഞാൻ അന്ന് പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞാനും AITUCയുടെ CPI പ്രതിനിധികളും കോൺഗ്രസിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഒരുമിച്ച് വരാത്ത ചില കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഭരണകക്ഷിക്കാണ് ഭൂരിപക്ഷം. ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുള്ള ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യുനാനിമസ് ആയി പ്രപ്പോസ് ചെയ്ത നിർദ്ദേശങ്ങൾ പോലും ഗവൺമെൻറ് അംഗീകരിച്ചില്ല. ബില്ല് അവതരിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ അവർ പാസ്സാക്കി. പാർലമെൻറ്റിൽ ഞങ്ങളൊക്കെ ഉള്ള കഴിവ് ചെറുത്തു നോക്കി വോട്ടെടുപ്പ് നടത്തി. പക്ഷേ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവർ പാസ്സാക്കി. ഇത് പാസ്സാക്കിയതിന് ശേഷവും ഇതിനെതിരായി വലിയ പ്രക്ഷോഭ സമരങ്ങൾ രാജ്യത്ത് നടന്നതിനാൽ പൂർണ്ണ തോതിൽ ഇത് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, ഈ നിയമങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഇതിന് ചട്ടങ്ങൾ രൂപീകരിക്കണം. തൊഴിൽ എന്ന പ്രശ്നം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതിനാൽ, ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതായതിനാൽ സംസ്ഥാനങ്ങൾക്കും ചട്ടങ്ങൾ ഉണ്ടാക്കാം, കേന്ദ്ര ഗവൺമെൻറ്റിനും ചട്ടങ്ങൾ ഉണ്ടാക്കാം. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. സ്റ്റേറ്റ് റൂൾസിൻ്റെ പ്രശ്നം വരുമ്പോൾ സംസ്ഥാനങ്ങളോട് റൂൾസ് ഫ്രെയിം ചെയ്യാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. പലരും ഡ്രാഫ്റ്റ് തയ്യാറാക്കി, പക്ഷേ പ്രഖ്യാപിച്ചിട്ടില്ല, നോട്ടിഫൈ ചെയ്തിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റും റൂൾസ് ഫ്രെയിം ചെയ്തു, പക്ഷേ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അത് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ഇങ്ങനൊരു പിൻവാങ്ങലുണ്ടായത്. 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെൻറ് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനങ്ങളിലേക്ക് അയച്ച് സംസ്ഥാന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തി സംസ്ഥാനങ്ങളെക്കൊണ്ട് റൂൾസ് ഫ്രെയിം ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുക. കേരളത്തിലും വന്നിരുന്നു ഉദ്യോഗസ്ഥന്മാർ. പിന്നെ അത് കൂടാതെ ചില ഉത്തരവുകളിലൂടെയും മറ്റ് നടപടികളിലൂടെയും ഈ ലേബർ കോഡിൽ പറഞ്ഞ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുക.
ഇതിനിടെ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ ജോലി സമയം ദീർഘിപ്പിക്കുന്ന നിയമങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ജോലി സമയം 8 മണിക്കൂർ എന്ന തത്വം ലംഘിച്ചുകൊണ്ട് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ ഭേദഗതി ചെയ്ത് കർണാടക ഗവൺമെൻറ്, ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്, അതുപോലെ രാജസ്ഥാൻ ഗവൺമെൻറ് ഇവരെല്ലാം 12 മണിക്കൂറായി ദീർഘിപ്പിക്കുന്ന വിധത്തിലുള്ള ചില നടപടികൾ സ്വീകരിച്ചു. ഇതുപോലുള്ള ചില നോട്ടിഫിക്കേഷൻസും ചില ഭേദഗതികളൊക്കെ പലയിടത്തായി നടപ്പാക്കുന്നുണ്ട്. അവിടെയെല്ലാം തൊഴിലാളികളുടെ വലിയ എതിർപ്പും വരുന്നുണ്ട്. ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ പഴയതുപോലെ നടത്തുന്നില്ല. ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ, ഒരു സ്ഥാപനത്തിൽ 7 പേർ ചേർന്ന് ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ അത് പരിശോധിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വേറെ തടസ്സമൊന്നുമില്ല. പക്ഷേ തമിഴ്നാട്ടിലെ സാംസങ് കമ്പനിയിൽ തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരിച്ച് രജിസ്ട്രേഷന് അപേക്ഷിച്ചപ്പോൾ അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നൽകിയില്ല. തുടർന്ന് വലിയ സമരം നടന്നു. തൊഴിലാളികൾ ഒന്നടങ്കം പണി മുടക്കിയതിനാൽ ആ സമ്മർദ്ദത്തിൻ്റെ മേലെ ഗവൺമെൻറ് അവസാനം രജിസ്ട്രേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. രജിസ്ട്രേഷൻ കൊടുത്തു. വിചിത്രമായ വാദമാണ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന ഉദ്യോഗസ്ഥന്മാർ, അല്ല അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ പറഞ്ഞത്. സാംസങ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേര് സാംസങ് ഒഴിവാക്കണം. അവർ ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഒരു ഇൻ്റർനാഷണൽ കമ്പനി എന്ന നിലയിൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ള അവരുടെ ഒരു യൂണിറ്റിലും ട്രേഡ് യൂണിയൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ മാത്രം ട്രേഡ് യൂണിയൻ ഉണ്ടാവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെയാണ് വാദം. ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള അവകാശം അംഗീകരിക്കുകയല്ല. പക്ഷെ തൊഴിലാളികൾ അത് അംഗീകരിച്ചില്ല. 1 മാസത്തിലേറെ അവർ നടത്തിയ പണിമുടക്കിനെ തുടർന്നാണ് അവസാനം ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷന് അവർ അനുവദിച്ചത്. തൊഴിലാളികളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല സമരത്തിൽ. ഇങ്ങനെയുള്ള നടപടികൾ പലയിടത്തായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തൊഴിൽ നിയമങ്ങളിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വർക്കിംഗ് ജേർണലിസ്റ്റുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട്. നിങ്ങളാരും ഇതുവരെ അത് എക്സ്പോസ് ചെയ്തിട്ടില്ല. വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് അതർ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് മിസലാനിയസ് പ്രൊവിഷൻ ആക്ട് 1955 എന്ന നിയമം അനുസരിച്ച് വേജ് സ്ട്രക്ചർ നിശ്ചയിക്കുന്നതിന്, ജേർണലിസ്റ്റുകളുടെ വേജ് സ്ട്രക്ചർ നിശ്ചയിക്കുന്നതിന് ഒരു ബോർഡ് രൂപീകരിക്കുക, വേജ് ബോർഡ് രൂപീകരിക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ പ്രൊവിഷൻസ് ഉൾക്കൊള്ളുന്ന ഈ നിയമം ഗവൺമെൻറ് പിൻവലിച്ചു, റിപ്പീൽ ചെയ്തു. എന്നിട്ട് കോഡ് ഓൺ ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്ന പേരിൽ ഉള്ള ലേബർ കോഡിൽ അത് ഉൾപ്പെടുത്തി, അതിൽ സബ്സ്യൂം ചെയ്തു, കൂട്ടിച്ചേർത്തു. ഈ പുതിയ നിയമം അനുസരിച്ച് വേജ് ബോർഡ് രൂപീകരണം ഇല്ലാതായി. ഇനിമേലിൽ വേജ് ബോർഡ് ഇല്ല. വർക്കിംഗ് ജേർണലിസ്റ്റിന് അവരുടെ സ്ഥാപനത്തിൽ അവർക്ക് സംഘടന എന്ന നിലയിൽ സമ്മർദ്ദം ചെലുത്തി വല്ല കണ്ടീഷൻസിലും മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ തൊഴിലുടമകൾക്ക് ദയ തോന്നി എന്തെങ്കിലും മാറ്റം ശമ്പളത്തിലോ സേവന വ്യവസ്ഥകളിലോ മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ ആ ദാക്ഷിണ്യത്തിൻ്റെ മേലെ കിട്ടാൻ സാധ്യത എന്നല്ലാതെ പഴയ വേജ് ബോർഡ് ശുപാർശകൾ, ആ ശുപാർശകൾക്കനുസരിച്ചുള്ള ശമ്പളം എന്ന വ്യവസ്ഥകൾ പൂർണ്ണമായും ഇല്ലാതായി. ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വർക്കിംഗ് ജേർണലിസ്റ്റുകൾ എത്ര പേർ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഒരു സംഘടനയും ഈ വിഷയത്തെ ആസ്പദമാക്കി ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് വന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സമരത്തിന് വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനകൾ പിന്തുണ നൽകേണ്ടതാണ്. നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനു മുമ്പ് നടന്ന ദേശീയ പണിമുടക്ക് സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആഫീസിന് മുമ്പിൽ തൊഴിലാളി സംഘടനകൾ നടത്തിയ സമരത്തെ വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ സംഘടന വന്ന് അഭിവാദ്യം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം അത് കാണുന്നില്ല. ഈ ലേബർ കോഡ് വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനയെ, തൊഴിലാളികളെ ബാധിക്കുന്ന ഈ നിയമം റദ്ദ് ചെയ്ത് ലേബർ കോഡാക്കി പരിവർത്തനം ചെയ്ത സന്ദർഭത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രേഡ് യൂണിയനുകളുടെ ജോയിൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നാണ് കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ വലിയ ബാനറൊക്കെ പിടിച്ച് പത്രജീവനക്കാർ ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചു. ചന്ദ്രശേഖരൻ, രാജേന്ദ്രൻ, ഞാൻ,
ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോട് പോയി അവർ അഭിവാദ്യം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം അങ്ങനെ കൂട്ടായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ 9-ാം തീയതി നടക്കുന്ന പണിമുടക്കിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലൊക്കെ വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലാണ് 10,000 തൊഴിലാളികളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത് അഭിവാദ്യം ചെയ്യാൻ വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനകളോട് അഭ്യർത്ഥിക്കുക. ഈ ലേബർ കോഡുകളെല്ലാം പോയതിൻ്റെ പുറമെ വേറെയും ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ ഹിന്ദിയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ് പോലുള്ള നിയമങ്ങൾ പേരൊക്കെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ 111-ാം വകുപ്പ് അനുസരിച്ച് തൊഴിലാളികൾ ജോലി സ്ഥലത്ത് അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുശേഖരണം നടത്തുന്നത് പോലും കുറ്റകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യവസായശാലകളുടെ മുമ്പിൽ കൂട്ടായി ഒത്തുചേരുക, മുദ്രാവാക്യം വിളിക്കുക, ഇതെല്ലാം കുറ്റകരമാണ്. ജാമ്യം അനുവദിക്കാത്ത കുറ്റമായി കണക്കാക്കുന്നതാണ് എന്നതാണ് BNS ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 111 അനുസരിച്ച് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികളെ, ഇതെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികളെ ബാധിക്കുന്നതാണ്. ഈ ഫാക്ടറിക്കുള്ളിൽ ഒപ്പുശേഖരണം, ഫാക്ടറിക്കുള്ളിൽ ഡിമാൻഡ് ഉയർത്തൽ, തൊഴിൽ സ്ഥലത്ത് മുദ്രാവാക്യം വിളിക്കൽ, ഗേറ്റിൽ സമരം നടത്തുന്നതൊക്കെ പറഞ്ഞാൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറുകാർക്ക് ഗേറ്റൊന്നുമില്ല. അൺഓർഗനൈസ്ഡ് സെക്ടറിലെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് വളരെ ചെറിയ ഒരു വിഭാഗമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കും വർക്കേഴ്സിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് എവിടെയില്ല. എന്നാലും വിവിധ ഏജൻസികൾ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ടോട്ടൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണം 56 കോടി മുതൽ 64 കോടി വരെയാണ് ഒരു മതിപ്പ്. അതിൽ ഓർഗനൈസ്ഡ് സെക്ടർ, ഫാക്ടറികൾ, കമ്പനികൾ എന്നൊക്കെ പറഞ്ഞ മേഖല, സർക്കാർ ഓഫീസുകൾ, ഇൻഷുറൻസ്, ബാങ്ക് തുടങ്ങിയ മേഖല എല്ലാം കൂടി ചേർത്താൽ 3.5 കോടിക്കും 4 കോടിക്കും ഇടയിലാണ്. 4 കോടിക്ക് താഴെയാണ്. വളരെ ചെറിയ ഒരു ശതമാനം. ഇന്ത്യയിൽ ആകെ തൊഴിൽ ചെയ്യുന്നവരെന്ന് കണക്കാക്കുന്നവരുടെ 6% ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ആ വിഭാഗത്തെ ബാധിക്കുന്ന നിയമങ്ങളാണ് ഈ ലേബർ കോഡുകൾ. മറ്റു വിഭാഗത്തിന് ഒരു നിയമവുമില്ല. ഒരു പോർട്ടൽ ഈയിടെ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നു. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ. അതിൽ രജിസ്റ്റർ ചെയ്ത് 28 കോടി പേരാ പേര് രജിസ്റ്റർ ചെയ്തു. പേര് രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാനോ ഒരാലോചനയും ഗവൺമെൻറ്റിനില്ല. അൺഓർഗനൈസ്ഡ് സെക്ടർ, സെൽഫ് എംപ്ലോയിഡ് അടക്കം, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ 32.4 കോടിയാണ് മതിപ്പ് കണക്ക്. അപ്പോൾ വീട്ടു ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, സ്വയം എന്തെങ്കിലും കൈവേല കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കി റോഡിൽ വെച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾ, ഇങ്ങനെയുള്ള വിഭാഗം ഉപജീവനത്തിന് വേണ്ടി സമയക്കണക്കില്ലാതെ തെരുവുകളിലും വീടുകളിലും ഓഫീസുകളിലും മറ്റു പലയിടത്തും ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്ത, ഒരു നിയമത്തിൻ്റെയും പരിധിയിൽ വരാത്ത ആളുകൾ ആകെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പകുതിയോളമാണ്. 32%. അതുപോലെ കാഷ്വൽ, ടെമ്പററി എന്നൊക്കെ പറയുന്ന വിവിധ വിഭാഗമുണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറുകളിൽ സ്ഥിരം ജോലിക്കാരുടെ എണ്ണം വൻതോതിൽ കുറവ് വരുത്തിയിരിക്കുകയാണ്. സ്ഥിരം ജോലിക്ക് പകരം നേരത്തെ തന്നെ അപ്രൻറ്റീസ്, ട്രെയിനി എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടായിരുന്നു. അപ്രൻറ്റീസുമാരെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം, അവരുടെ ആനുകൂല്യങ്ങൾ എന്ന് കൊടുക്കണം, അതെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു പുതിയ വിഭാഗം താൽക്കാലിക ജോലി കൂടി നിയമത്തിൽ വന്നിരിക്കുകയാണ്. ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ്, നിശ്ചിതകാല തൊഴിൽ. പട്ടാളത്തിലെ അഗ്നിവീർ പോലെ ഒരു എംപ്ലോയർക്ക് 4 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് അവധി പറഞ്ഞ് തൊഴിലാളികളെ നിയമിക്കാം. അത് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകണം. വേറെ തുടർച്ചയില്ല. നിയമപരമായ ഒരു അവകാശമില്ല. ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. 3 കൊല്ലം ഇയാൾ അത്യധ്വാനം ചെയ്യുന്നു, വളരെ ഒബീഡിയൻ്റായി വളരെ നല്ല നിലയിൽ ജോലി ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് ബോധ്യപ്പെട്ടാൽ അവർക്ക് കണ്ടിന്യൂഷൻ കൊടുക്കാം, തുടർച്ചയായി ജോലി കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു 3 കൊല്ലത്തേക്ക്. അപ്പം മുതലാളിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ തുടർച്ച ഉണ്ടാവൂ എന്നതിനാൽ അയാൾ ഒരിക്കലും ഒരു ട്രേഡ് യൂണിയൻ അംഗമാവുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യില്ല.
അപ്പോൾ യാതൊരു ശബ്ദവും പ്രകടിപ്പിക്കാത്ത വളരെ ഒബീഡിയൻ്റായ സ്ലേവറി സമാനമായ തൊഴിൽ സാഹചര്യം ഫാക്ടറികളിൽ ഉണ്ടാക്കുകയാണ്. വൻകിട വ്യവസായശാലകളിൽ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള വൻകിട കമ്പനികൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ അൺഓർഗനൈസ് സെക്ടറിലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവരും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകളിൽ ജോലി ചെയ്യുന്നവരുമായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പിന്നെ എന്ത് പറയാൻ? ഇത്രയും ഗുരുതരമാണ് ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ അവസ്ഥ. ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളിൽ ഒരു പ്രമുഖ സംഘടനയാണ് BMS. ഞങ്ങളുടെ സംയുക്ത പ്രക്ഷോഭ പരിപാടികളിൽ വരുന്നില്ല. 2014 വരെ ഇന്ത്യയിൽ നടന്ന എല്ലാ യോജിച്ച സമരങ്ങളിലും BMS ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് 2004 മുതൽ 2014 വരെ. ആ സമയത്ത് ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന നിയമങ്ങളോടും നയങ്ങളോടൊക്കെ എതിർപ്പ് തൊഴിലാളികൾ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് തൊഴിൽ നിയമങ്ങളൊന്നും ഭേദഗതി ചെയ്തിട്ടില്ല. അന്നെല്ലാ സമരത്തിലും BMS സജീവമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ BMS സംയുക്ത സമരത്തിൽ നിന്ന് പിന്മാറി, അഥവാ അവരെ പിന്മാറ്റി. അവർക്കതിനെ അതിജീവിച്ച് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും അവർ പിന്മാറി നിൽക്കുകയാണ്. എങ്കിലും അവരും ഈ ലേബർ കോഡിൽ ചിലതിനെ എതിർക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത്, ഞങ്ങൾ എഴുതുന്ന കത്തിൽ അതേ ഭാഷ തന്നെയാണ്. അപ്പോൾ പ്രശ്നമുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ സമ്മർദ്ദത്താൽ അവർക്ക് പരസ്യമായി സമരത്തിന് വരാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്ഥിതി. പിന്നെ ജീവനക്കാരെ ബാധിക്കുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പെൻഷൻ എന്ന പദ്ധതി തന്നെ ഇന്ത്യ ഗവൺമെൻറ് അട്ടിമറിച്ചു. ഓൾഡ് പെൻഷൻ പോയി, ന്യൂ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു പെൻഷൻ കൊണ്ടുവന്നു. ഇപ്പോൾ തൊഴിലാളികളുടെ ജീവനക്കാരുടെയും കടുത്ത എതിർപ്പ് വന്നപ്പോൾ ഇപ്പോൾ അതൊന്ന് പുതുക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു? UPS, NPS ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. ജീവനക്കാർക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം, സർക്കാർ മേഖലയിൽ ആ തൊഴിലിനുണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ ഈ പെൻഷനായിരുന്നു, അതും ഇല്ലാതാക്കി. മറ്റ് ഒട്ടേറെ മേഖലകളിലൊന്നും ഒരു പെൻഷൻ പദ്ധതിയില്ല. കേരളത്തിൽ വിവിധ മേഖലയിൽ തൊഴിലാളികളുടെ തൊഴിലാളി ക്ഷേമ പദ്ധതികൾ, കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതികളുണ്ട്. അതൊക്കെ വളരെ ചെറിയ തുക മാത്രമേ പെൻഷനായി നൽകാൻ സാധിക്കൂ. ഒരു ചെറിയ ആശ്വാസം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ പെൻഷൻ ഇല്ല എന്ന് പറയുന്ന ആശ്വാസം. ഇതോടൊപ്പം തന്നെയാണ് തൊഴിലുടമകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ തൊഴിലുടമകൾക്ക് നേരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു തൊഴിൽ നിയമങ്ങളിൽ. തൊഴിലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങളിൽ പീനൽ നടപടികൾ സ്വീകരിക്കാവുന്ന വ്യവസ്ഥകളുണ്ടായിരുന്നു. അതൊക്കെ ഭേദഗതി ചെയ്തു. ടി ആക്ട്, ഫോറസ്റ്റ് ആക്ട്, ബോയിലേഴ്സ് ആക്ട്, ഇതൊക്കെ ഭേദഗതി ചെയ്തിട്ട് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ തൊഴിലുടമയ്ക്ക് ജയിൽ ശിക്ഷയും ഫൈനും ഈടാക്കാവുന്ന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് ജയിൽ ശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കി. ഒരാളെയും തടവിലടക്കേണ്ടതില്ല. പിന്നെ ചെറിയ ഫൈൻ കൊടുക്കാവുന്ന രീതിയിലാക്കി. അപ്പം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിലൂടെ തൊഴിലുടമ നേടുന്ന സമ്പത്തിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമേ ഈ ഫൈനുള്ളൂ. ഉദാഹരണത്തിന് തൊഴിലാളിയുടെ പേര് രജിസ്റ്ററിൽ ചേർക്കുന്നില്ല, അല്ലെ അവർക്ക് മിനിമം വേജ് കൊടുക്കുന്നില്ല, അവർക്ക് വീക്കിലി ഓഫ് കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് നൽകേണ്ട പ്രത്യേക സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നില്ല, സ്ത്രീകളെ രാത്രി ജോലി ചെയ്യിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ പാലിക്കുന്നില്ല. നിയമപ്രകാരം ഇതിനൊക്കെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല, ഒരു ചെറിയ ഫൈൻ അടച്ചാൽ മതി. അത് മാത്രമല്ല, തൊഴിൽ സ്ഥാപനങ്ങളിൽ ലേബർ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തുന്നത് പോലും വിലക്കിയിരിക്കുക. അതൊന്നും ആവശ്യമില്ല. അവർ സെൽഫ് ഡിക്ലറേഷൻ മതി. നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് സെൽഫ് ഡിക്ലറേഷൻ, അത് പോയി പരിശോധിക്കാൻ പാടില്ല എന്ന വിധത്തിൽ തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയൻ ഫ്രീ സാഹചര്യം ഉണ്ടാക്കുകയാണ്. തൊഴിലാളികളുടെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ എന്തായിരിക്കും തൊഴിൽ ചെയ്യുന്നവരുടെ ഒരവസ്ഥ? അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ. അതിൻ്റെ പുറത്ത് ഇക്കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ 100 കുറ്റകൃത്യങ്ങളിൽ നിന്നുകൂടി തൊഴിലുടമകളെ ഒഴിവാക്കിയതായി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡൂയിങ് ബിസിനസ് ഈസി എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്.
കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നതിന്, കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് എന്ന പേരിൽ. പിന്നെ തൊഴിലുടമകൾക്ക്, വൻകിട കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിലുള്ള ഇൻസെൻറ്റീവ്സ് നൽകുന്നുണ്ട് ഗവൺമെൻറ്. നിർമ്മാണ മേഖലയിലെ വ്യവസായശാലകൾക്ക് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഇൻസെൻറ്റീവ് എന്ന നിലയിൽ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പികയാണ് ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തത്. മാനുഫാക്ചറിങ് സെക്ടറിലെ തൊഴിലാളികൾക്ക്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് വ്യവസായങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് 10 ലക്ഷം കോടി 4 ലക്ഷം കോടി ഉറുപ്പിക ഇൻസെൻറ്റീവായി കൊടുക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഒരു ELI എന്ന പേര്, എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, അതിലും 2.7 ലക്ഷം കോടി ഉറുപ്പികയാണ് കൊടുക്കാൻ പോകുന്നത് വ്യവസായികൾക്ക്. ഈ ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്തിട്ടും ഓർഗനൈസ് സെക്ടറിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടില്ല. മാത്രമല്ല, വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ, വ്യവസായങ്ങളിൽ നിന്നുള്ള ദേശീയ വരുമാനത്തിൻ്റെ അളവ് പരിശോധിച്ചാൽ താഴോട്ട് പോവുകയാണ്. അപ്പം ഗവൺമെൻറ്റിന് ഒരു അവകാശവാദവും ശരിയല്ല എന്ന അവസ്ഥയാണുള്ളത്. പിന്നെ ഈ മേഖലയിൽ ഏറ്റവും അധികം പ്രയാസം നേരിടുന്ന വിഭാഗങ്ങളാണ് സ്കീം വർക്കേഴ്സ്. MNREG കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അവർ പണിയെടുത്താൽ അവർക്കൊരു 400 രൂപ 300 രൂപ ഇങ്ങനെ പല അളവിലാണ് ഒരു ദിവസത്തെ കൂലിയെ കിട്ടുന്നത്. ആ ജോലി ദിവസങ്ങൾ ഇപ്പോൾ കുറച്ച് കൊണ്ടുവരികയാണ്. ഇന്ത്യ ഗവൺമെൻറ് ആ പദ്ധതി പതുക്കെ ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു സ്കീമാണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അതിപ്പോൾ പതുക്കെ അതിനെ കൊല്ലാൻ പോവുക. 2 ആശ, അംഗൻവാടി, മിഡ് ഡേ മീൽ, NHM തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ, സ്കീമുകൾ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. അതിൽ വളരെ കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ് വ്യവസ്ഥ ചെയ്യുന്നത്, ഇവർ വർക്കർ എന്ന കാറ്റഗറിയിൽ വരില്ല, അവർ വോളണ്ടിയേഴ്സാണ്, ആക്ടിവിസ്റ്റുകളാണെന്ന്. അപ്പോൾ ആശ എന്ന് പറഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. വർക്കർ ആണെങ്കിൽ മിനിമം വേജ് ആക്ടിൻ്റെ പരിധിയിൽ വരും, ESI ആക്ടിൻ്റെ പരിധിയിൽ വരും, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരും, ഹോളിഡേയ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് ഫണ്ട് അനുവദിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധമല്ല. അങ്ങനെയുള്ള ഗവൺമെൻറ്റാണ് ഇൻസെൻറ്റീവായി വ്യവസായികൾക്ക് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക നീക്കിവെക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു മുതലാളി സേവയാണ്. ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുക, തൊഴിലാളികൾക്ക് സംഘടന ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക, സംഘടന ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കുക. വളരെ വിചിത്രമായ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും കേൾക്കാത്ത വിധത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികളാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ ദൃശ്യമാകുന്നത്. കാർഷിക മേഖലയും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. കർഷകരുടെ സംഘടനകൾ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി എല്ലായിടത്തും പിന്തുണ നൽകാൻ വേണ്ടി പ്രഖ്യാപനമുണ്ട്. കേരളത്തിൽ കർഷകരും കർഷക തൊഴിലാളികളുടെ സംഘടനകളും ഈ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ 3 പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും വന്ന് ജാഥ ലീഡർക്ക് മാലയർപ്പിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായ വില കിട്ടുക എന്നുള്ളതാണ്. ആവശ്യം ശക്തമായി ഇന്ത്യയിൽ കുറേ വർഷങ്ങളായി ഉയർത്തുന്നു. അങ്ങനെയാണ് UPA സർക്കാരിൻ്റെ കാലത്ത് സ്വാമിനാഥൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പൊതുവിൽ എല്ലാവരും അംഗീകരിച്ചു. ഇതുവരെ നടപ്പാക്കിയില്ല. 2014 തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രധാന വാഗ്ദാനം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നാണ്. അവർ 2 ടേം പൂർത്തിയാക്കി, 3-ാം ടേമിലേക്ക് കടന്നു. ഇതുവരെ നടപ്പായില്ല എന്ന് മാത്രമല്ല, കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കത്തക്ക നിലയിൽ കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ ഭൂമി പാട്ടത്തിനെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാൻ, അത് ഭക്ഷ്യധാന്യങ്ങളാവണമെന്നില്ല, ലോക കമ്പോളത്തിന് ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്ന 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെതിരെ കർഷകരുടെ വലിയ സമരം നടന്നു. 1 വർഷക്കാലം ഗവൺമെൻറ് അവരുമായി ഏറ്റുമുട്ടി. അവസാനം ഗവൺമെൻറ് തൽക്കാലത്തേക്ക് പിൻവാങ്ങി. ആ 3 നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷം കർഷകർ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ. അങ്ങനെ അവരുമായി കേന്ദ്ര കൃഷിമന്ത്രി ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാമെന്ന് അംഗീകരിച്ചു. സമരകാലത്ത് സമരസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇതെല്ലാം സമ്മതിച്ചു. ഒന്നും നടപ്പാക്കിയില്ല.
ഇപ്പം കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതിൻ്റെ പുറമെയാണ് സ്വകാര്യവൽക്കരണം. വൻതോതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറൽ മാത്രമല്ല, നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന പേരിൽ ഒരു പദ്ധതി തന്നെ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുക. ദേശീയ ആസ്തികൾ വിൽപ്പന നടത്താൻ. ആ ആസ്തികളിൽ ഫാക്ടറികൾ മാത്രമല്ല, നാഷണൽ ഹൈവേ, റോഡുകൾ, അതുപോലെ വൈദ്യുതിയുടെ പ്രസരണ ലൈനുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, നാഷണൽ സ്പോർട്സ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്റ്റേഡിയങ്ങൾ, ഇതെല്ലാം 25 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക് ഒരു തുക വാങ്ങിയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. ഇത് നമ്മുടെ ദേശീയ സമ്പത്ത് ചൂള് വിലക്ക് കുത്തക മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ത്യ രാജ്യത്തിൻ്റെ ഗുജറാത്ത് മുതൽ തെക്കോട്ട് വന്ന് കന്യാകുമാരി കഴിഞ്ഞ് വടക്കോട്ട് ബംഗ്ലാദേശ് അതിർത്തി വരെ പോകുന്ന കടൽ തീരങ്ങളിൽ ഓരോ 500 കിലോമീറ്റർ ദൂരത്തിൽ അദാനിക്ക് പോർട്ട് ഉണ്ട്. 10 തുറമുഖങ്ങൾ അദാനി ഏറ്റെടുത്തു. പിന്നെ വൈദ്യുതി പ്രസരണ ലൈൻ്റെ 50% അദാനിയുടെ കൈവശമാണ്. മുംബൈ, ഡൽഹി നഗരങ്ങളിൽ വൈദ്യുതി വിതരണം ടാറ്റയും അദാനിയും പങ്കിട്ടെടുത്തിരിക്കുകയാണ്. സ്മാർട്ട് മീറ്റർ, പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകളുടെ ഇൻസ്റ്റലേഷൻ ഈ നയത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ ഗവൺമെൻറ് മാത്രമാണ് സ്വകാര്യ മേഖലയിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചത്. മറ്റ് സർക്കാരുകളെല്ലാം നടപ്പാക്കാൻ ശ്രമിച്ചു. ബംഗാളിൽ ജനങ്ങളും തൊഴിലാളികളും കൂടി ഒരുമിച്ച് എതിർത്തുകൊണ്ട് ഗവൺമെൻറ് തൽക്കാലം അത് മാറ്റിവെച്ചു. വേറെ ചിലയിടത്ത് സമരങ്ങൾ നടക്കുകയാണ് വൈദ്യുതി മേഖലയിൽ. അതാണ് സ്ഥിതി. റെയിൽവേയിൽ വൻതോതിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാം. റെയിൽവേയിൽ തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ട്. കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നില്ല. അപകടങ്ങൾ പെരുകുകയാണ്. മനുഷ്യൻ്റെ ജീവന് രക്ഷ കൊടുക്കുന്ന ഒരു നയങ്ങളുമില്ല. റെയിൽവേ തൊഴിലാളികളുടെ ശബ്ദം ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നേയില്ല. BSNL കൊന്ന് ഇനി അവസാനത്തെ അന്തിമ ശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുക BSNL. എന്നും അടച്ചുപൂട്ടാം. ജിയോയും എയർടെല്ലും അവരെല്ലാം രംഗത്ത് വന്ന് അവരാണ് ഇന്നത്തെ ബിഗ് പ്ലെയേഴ്സ് ടെലികോം മേഖലയിൽ. അവർ ഏതാണ്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി BSNL അധികാലം പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. ഡിഫൻസ് സെക്ടറിൽ ഓർഡിനൻസ് ഫാക്ടറികളെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ അത് ഡിഫൻസിൽ നിന്ന് വേർപ്പെടുത്തി കോർപ്പറേറ്റൈസ് ചെയ്തു, കമ്പനികളാക്കി സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ. അത് ഇന്ത്യയുടെ റിലയൻസ് ഏറ്റെടുക്കുക. ഇത് രാജ്യരക്ഷയെ ബാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യരക്ഷയ്ക്കുള്ള ആയുധങ്ങൾ സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്താൽ അവർ വിദേശ കമ്പനികളുമായി കൊളാബറേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രാജ്യരക്ഷ സ്വകാര്യമായി നിൽക്കില്ല. ഈ നിലയിലേക്കാണ് ഡിഫൻസ് സെക്ടറിനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ എല്ലാ മേഖലകളും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി, സ്വാശ്രയത്വത്തിന് വേണ്ടി കൊണ്ടുവന്ന എല്ലാം തകർത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ശക്തമായ പ്രചാരവേല നടത്തിയിട്ടുണ്ട്. തൊഴിലാളികളുടെ സംഘടനകളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. 9-ാം തീയതി 8-ാം തീയതി അർദ്ധരാത്രി മുതൽ 9-ാം തീയതി അർദ്ധരാത്രി വരെ 24 മണിക്കൂറാണ് പണിമുടക്ക്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, അതുപോലെ ആംബുലൻസ്, പിന്നെ പത്രം, പാൽ വിതരണം എന്നിവയാണ് ഈ പണിമുടക്കിൽ നിന്ന് സാധാരണ ഒഴിവാക്കാറുള്ളത്. ആ മേഖലയിൽ പണിമുടക്ക് ബാധിക്കുന്നതല്ല. അവശ്യ സേവന മേഖല പണിമുടക്ക് ബാധിക്കുന്നതല്ല. മറ്റെല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ, വാണിജ്യ കമ്പോള മേഖലയിലുള്ള തൊഴിലാളികൾ, റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള തൊഴിലാളികൾ, ഫാക്ടറിയിലുള്ള തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, സ്കീം വർക്കേഴ്സ്, കരാർ തൊഴിലാളികൾ, നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾ, മത്സ്യമേഖലയിലുള്ള തൊഴിലാളികൾ, എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ ഈ പണിമുടക്കിൽ അണിചേരും. എല്ലാ മേഖലയിലും നല്ല തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ട്രേഡ് യൂണിയനും സ്വതന്ത്രമായ പ്രവർത്തനവും സംയുക്ത പ്രവർത്തനവും നടത്തുന്നുണ്ട്. ഈ വിവരം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത്. ഇനി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കാൽനട ജാഥകൾ നടത്തി ഉൾനാടുകളിൽ ഇതിൻ്റെ മെസ്സേജ് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. മൈക്ക് അനൗൺസ്മെൻറ്റ് അതുപോലുള്ള പരിപാടികൾ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പണിമുടക്ക് ഒരു വൻ വിജയമായിരിക്കും. അത്രയും കടുത്ത പ്രതിഷേധമാണ് തൊഴിലാളികളിലും കൃഷിക്കാരിലും ജനങ്ങളിലും പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പങ്കെടുത്തുള്ള നേതാക്കന്മാർ, HMSൻ്റെ നേതാവാണ് ടോമി, ഈ സേവയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സോണിയ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾ, ഞങ്ങളെല്ലാം പങ്കെടുക്കുന്ന ആളിന് HMSന്റെ സംസ്ഥാന സെക്രട്ടറി ടോമി മാത്യു.
സോണിയ ജോർജിനെ നിങ്ങൾക്കറിയാം, കേരളയുടെ അഖിലേന്ത്യാ സെക്രട്ടറി. സജിത് ലാൽ, അഡ്വക്കേറ്റ് സജിത് ലാൽ AITUCയുടെ സംസ്ഥാന സെക്രട്ടറി. കവടിയ ഹർമൻ ATUC സെക്കുലർ. ജയൻ ബാബു ജയൻ ബാബു CITയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. KN ഗോപിനാഥ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തുടർച്ചയായിട്ട് എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണിത്. ദേശീയ തലത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ ഒരു പ്രതിഷേധം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദേശീയ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ഭാഗമായി, അതുപോലെ തന്നെ സംസ്ഥാനത്തും. തൊഴിലാളികളുടെ അവസ്ഥ ശോചനീയമാണ്, ഭീകരമാണ്. മിനിമം വേതനം കുറഞ്ഞ് മിനിമം ഫ്ലോർ വേതനമായി മാറി എന്നുള്ളതാണ് കോഡിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതെ, അപ്പം മിനിമം വേതനം പോലും തൊഴിലാളികൾക്ക് ലഭ്യമാകാത്ത, അതിനെ സാർവത്രിക മിനിമം വേതനമായി BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കൊണ്ടാടുകയാണ്. പക്ഷേ മിനിമം വേതനത്തെക്കാൾ കുറഞ്ഞ തുകയായിരിക്കും ഇനിയും തൊഴിലാളികൾക്ക് നിശ്ചയിക്കപ്പെടാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ പോകുന്നത് സ്ത്രീകളും അതുപോലെ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയുമാണ്. അതൊരു വലിയ പ്രശ്നമായി. പിന്നെ സാവു പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി സർക്കാർ എല്ലാ വേദികളിലും ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് പ്രതിഷേധത്തിനും അതായത് സമരത്തിനും പണിമുടക്കിനുമുള്ള അവകാശമില്ല എന്ന് ഉള്ള പ്രഖ്യാപനം അത് അന്താരാഷ്ട്ര വേദികളിൽ പോലും അവർ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ നിയമ നിർമ്മാണ പ്രക്രിയകളെയും ഇന്ത്യ സർക്കാർ ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം സംഭവിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് വേണ്ടി ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ വരുന്നതിനെ ഇന്ത്യ US സർക്കാരിനോടൊപ്പം നിന്ന് US-നോടൊപ്പം നിന്ന് എതിർത്തു. പക്ഷേ ഭൂരിഭാഗം സർക്കാരുകളും അതിനെ അനുകൂലിച്ചതുകൊണ്ട് മാത്രം ആ കൺവെൻഷൻ അടുത്ത വർഷം നിലവിൽ വരും. പക്ഷേ നാണംകെട്ട അവസ്ഥയായിരുന്നു ഇന്ത്യയുടേത്. ഇന്ത്യൻ സർക്കാർ വളരെ പ്രത്യക്ഷത്തിൽ ആ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിയമത്തെ എതിർത്തു, കൺവെൻഷനെ എതിർത്തു, വോട്ടിട്ട് അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം തൊഴിലാളി സംഘടനകളെ പുച്ഛത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇനി കൺവെൻഷൻ കൊണ്ടുവന്നാലും ഇന്ത്യ അതൊരു തരത്തിലും സാധൂകരിക്കില്ല എന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത്ര മോശമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും തൊഴിലാളി വിരുദ്ധമാണ്. അസംഘടിതവൽക്കരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ ജീവിതാവസ്ഥ ഏറ്റവും താഴെ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് ഇന്ത്യയിലെ നേരത്തെ കരീം സഹാബ് പറഞ്ഞതുപോലെ 97% വരുന്ന അസംഘടിത മേഖല തൊഴിലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ്. അതിനുതകുന്ന തരത്തിലുള്ള പ്രാധാന്യം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ സോണിയ പറഞ്ഞൊരു കാര്യം, നാഷണൽ ഫ്ലോർ വേജിൻ്റെ പ്രപ്പോസൽ 178 രൂപയായിരുന്നു ഒരു തൊഴിലാളിക്ക് ഒരു ദിവസത്തെ കൂലി. മിനിമം വേജ് ആക്ട് എന്ന് പറയുന്ന നിയമത്തെ റിപ്പീൽ ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. മിനിമം വേജ് ആക്ടിൻ്റെ തത്വം ഒരു തൊഴിലാളിയുടെ കൂലി നിശ്ചയിക്കുന്നത് അയാളുടെ ആരോഗ്യം, അയാളുടെ ഏജൊക്കെ കണക്കാക്കി അതിനുവേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അയാളുടെ കുടുംബം, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഒരു മിനിമം വേജ്, ഒരു തത്വം ഉണ്ടായിരുന്നത്. അത് പോയിട്ട് ഫ്ലാറ്റ് 178 രൂപ. അത് വലിയ എതിർപ്പ് വന്നപ്പോൾ BMSകാരൊക്കെ എതിർപ്പുണ്ടാക്കിയപ്പോഴാണ് 202 രൂപയാക്കിയത്. ഇപ്പം ഇന്ത്യയിലെ ഒരു തൊഴിലാളിയുടെ മിനിമം വേജ്, നാഷണൽ ഫ്ലോർ വേജ് എന്ന പേരിൽ 202 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ന്യായീകരിക്കപ്പെടുക എന്നുള്ളതെന്ന് ആലോചിച്ചു. മിനിമം വേജ് എന്ന കേരളത്തിൽ എല്ലാ പരമ്പരാഗത മേഖലയിൽ പോലും ഇതിനേക്കാൾ ഉയർന്ന കൂലിയാണ്. നമ്മൾ സമരം ചെയ്ത് നേടിയതാണ്. ഇത് പോയിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരിക്കും, മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്ര ക്രൂരമായ ഒരു നിലപാട് ഒരു ഗവൺമെന്റ് എങ്ങനെ എടുക്കുന്നതെന്നുള്ള മനസ്സിലാകാത്തത്. നടത്തുന്ന 23ാമത്തെ പണിമുടക്കാണ്. ഓരോ പണിമുടക്കിലും തൊഴിലാളികൾ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം കൂടി വരാണ്. ഈ പണിമുടക്കിൽ വലിയൊരു വിഭാഗം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റ് ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് വലിയ ഒരു വിഭാഗം തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കും. ഗവൺമെൻറ്റിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ, ആ നിയമങ്ങൾ നടപ്പിൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നെ തൊഴിലാളിക്ക് സംഘടിക്കാനോ കൂട്ടായിട്ട് വിലപേശാനുള്ള അവസരമില്ല. അതുകൊണ്ട് ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു ദേശീയ പ്രതിഷേധമായി ഈ സമരം മാറും. അതിനാവശ്യമായ പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. NTC മില്ലുകളുടെ മുമ്പിൽ സമരം നടക്കുന്നുണ്ട്, കൈത്തറി തൊഴിലാളികളുടെ സമരം ഇവിടെ നടക്കുന്നുണ്ട്, കയർ തൊഴിലാളികളുടെ സമരം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട് നാട്ടിൽ. ഇല്ലല്ല,
ഈ വിഷയം നിങ്ങൾ സജീവമായി ഉയർത്തിയത് കൊണ്ടുള്ള കാര്യം കൊണ്ടാണ് ചോദിച്ചത്. അതിന് മറ്റൊന്നും കാണുന്നില്ല എന്നുള്ളതല്ല, അങ്ങനെ പറയുന്നതിൽ കാര്യം. ഞങ്ങൾ ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് പറഞ്ഞത് മലയാളത്തിലാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ചോദിച്ചത് മലയാളത്തിലാണ്, ഞാൻ വേറെ ഭാഷയിലല്ലല്ലോ. അത് മനസ്സിലായി, അതിന്റെ ഉദ്ദേശം മനസ്സിലായി. പണിമുടക്ക് ദിവസം രാവിലെ തിരുവനന്തപുരത്ത് ജയബാബു, തിരുവനന്തപുരത്ത് 10,000 തൊഴിലാളികളുടെ പ്രകടനവും രാജ്ഭവന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇതുപോലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ കൂട്ടായ്മയുണ്ടാവും. അതിൻ്റെ പുറമെ പണിമുടക്ക് വാഹനങ്ങളെയൊക്കെ ബാധിക്കുമെന്നതിനാൽ എല്ലാ വില്ലേജ് പഞ്ചായത്ത് തലത്തിലും തൊഴിലാളികൾ അതാത് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസിന് മുമ്പിൽ ഒത്തുകൂടി പണിമുടക്കിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് അവരുടെ ഒരു 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 കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. ഇതാണ് പണിമുടക്ക് ദിവസമുള്ള പരിപാടികൾ. പണിമുടക്ക് കഴിഞ്ഞ പ്രകടനമായി വരുന്ന പ്രതിഷേധ പ്രകടനം വരുന്നവര് 1020 സമര കേന്ദ്രങ്ങൾ സംസ്ഥാനത്താകെ ഉണ്ടാവും. ചുരുങ്ങിയത് അതെ, ഏറ്റവും ചുരുങ്ങിയത്. തിരുവനന്തപുരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംയുക്ത ട്രേഡ് യൂണിയൻ ഞങ്ങളുടെ കൺവീനർ ഇടവരക്കരി, മറ്റ് നേതാക്കളെല്ലാം ഓരോ ജില്ലകൾ തീരുമാനിച്ചു. എല്ലാ ജില്ലകളിലും പ്രധാന നേതാക്കന്മാരുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് അന്യായമാണ്. അത് വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. കെൽട്രാക്ക് എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ കമ്പനിയായിരുന്നു. 2006 LDF ഗവൺമെൻറ് കാലത്ത് ഞാനന്ന് വ്യവസായ മന്ത്രിയായിരുന്ന സമയത്താണ് ഇത് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ AK ആൻ്റണിയുമായി ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വിപുലീകരണത്തിന് വേണ്ടി DRDO എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ബ്രഹ്മോസുമായി യോജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇത് കൈമാറിയത്. ആ കൈമാറുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സ്വകാര്യവൽക്കരിക്കാനോ മറ്റൊരാൾക്ക് വിൽക്കാനോ അവകാശമില്ല. അവരത് ഒഴിവാക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചു തരണമെന്നാണ് അഗ്രിമെൻറ്റിലെ വ്യവസ്ഥ. ഇപ്പം അത് ബ്രഹ്മോസ് ഒഴിവാകുന്നു, ബ്രഹ്മോസിൽ നിന്ന് അതിനെ വേർതിരിക്കുന്നു എന്ന നിലയിലാണ് വാർത്ത കേട്ട്. തൊഴിലാളി സംഘടനകൾ ശക്തമായി പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അതിന് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അത് സ്വകാര്യവൽക്കരിക്കാനോ അതിൻ്റെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും കുറവ് വരുത്താനോ നമ്മൾ അനുവദിക്കില്ല. ശക്തമായ നിലപാട് തൊഴിലാളി സംഘടനകളും സ്വീകരിക്കും, ഗവൺമെൻറ് സ്വീകരിക്കും. നിങ്ങളും അതിൽ കാര്യമായിട്ട് ഒന്ന് ഇടപെട്ട് സഹായിക്കണം. അതിൻ്റെ വിഷയങ്ങളൊന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു നല്ല ഇടപെടൽ നിങ്ങൾ നടത്തണം.